മോഹൻലാലിന്റെ ബ്രഹ്മാണ്ഡ ചിത്രം എമ്പുരാന്റെ നിർമ്മാണത്തിന് ശ്രീഗോകുലം മൂവീസും സിനിമയുടെ നിർമ്മാണത്തിൽ നിന്ന് ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറിയിരുന്നു. തുടർന്നാണ് നിർമ്മാണ പങ്കാളിയാകാൻ ശ്രീഗോകുലം മൂവീസ് ഉടമ ഗോകുലം ഗോപാലനോട് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ അഭ്യർത്ഥിച്ചത്. എമ്പുരാൻ തടസ്സങ്ങളില്ലാതെ പുറത്തിറങ്ങാനാണ് നിർമ്മാണ പങ്കാളിയായതെന്ന് ഗോകുലം ഗോപാലൻ 24-നോട് പറഞ്ഞു. ലൈക്കൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ട്, അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അത് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എന്നോട് പറഞ്ഞു, ആന്റണിയും പറഞ്ഞു, ലൈക്കിലെ ആൾക്കാരും പറഞ്ഞു. ഞാനത് ഏറ്റെടുത്തു. കാരണം നല്ലൊരു പടമാണത്. ആ പടത്തിന് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഭിപ്രായ വ്യത്യാസമോ എന്തെങ്കിലും ഒരാളില്ലാത്തതുകൊണ്ട് അത് നിന്ന് പോകാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ വലിയ ഇങ്ങനെ ഒരു ദൗത്യത്തിന് ഇറങ്ങിയത്. ദീപക് ധർമ്മടം നൽകുന്നതിന് കൂടുതൽ വിശദാംശങ്ങൾ കോഴിക്കോട് നിന്നും. ദീപക്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണിത്. എമ്പുരാൻ എന്ന ചിത്രം ഇറങ്ങുന്ന സമയം തൊട്ട് അതിനുശേഷം പിന്നീട് വന്ന വാർത്തകളെല്ലാം ശ്രദ്ധേയമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലൈക്ക പ്രൊഡക്ഷൻസിന് നിർമ്മാണ പങ്കാളിയാവുന്നു എന്നുള്ളതാണ്. പിന്നീട് ആശീർവാദ് സിനിമാസുമായി അവർ തെറ്റിപ്പിരിയുന്നു പല കാരണങ്ങൾ കൊണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നവർ പൂർണ്ണമായും ഇതിൽ നിന്ന് മാറുന്നു എന്നതാണ്. ആ സമയത്താണ് ഇപ്പോൾ ശ്രീഗോകുലം മൂവീസ് ഈ നിർമ്മാണ പങ്കാളിയായി എത്തുകയും ചെയ്തത്. എന്താണ്, ഏത് രീതിയിലാണ് എമ്പുരാൻ്റെ ഇതിനുള്ള നീക്കങ്ങൾ? ഈ റിലീസ് തീയതി മാറാനുള്ള സാധ്യതയുണ്ടോ ദീപക്? റിലീസ് തീയതി മാറാതെ തന്നെ പടത്തിന്റെ മറ്റു കാര്യങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീഗോകുലം മൂവീസ് ഇതിന്റെ പങ്കാളിയാവുന്നതോടുകൂടി യാഥാർത്ഥ്യമാകുന്നത്. ആന്റണി പെരുമ്പാവൂരും അതുപോലെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, ഈ ചിത്രത്തിലെ നായകനായി ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ നായകൻ മോഹൻലാൽ തുടങ്ങിയവരെല്ലാം ശ്രീഗോകുലം മൂവീസിന്റെ ഉടമ ഗോകുലം ഗോപാലനുമായി സംസാരിച്ച്, പിന്നെ ലൈക്ക പ്രൊഡക്ഷൻസ് ആയിരുന്നു ഇതിൽ ആദ്യം ആശീർവാദിന്റെ പങ്കാളി. ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറുന്നു. ലൈക്കയുടെ ഉടമസ്ഥരും ശ്രീഗോകുലം ഗോപാലനുമായി സംസാരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗോകുലം മൂവീസ് ഇതിന്റെ നിർമ്മാണ പങ്കാളിയാവൽ. അതായത് 100 കോടിക്കപ്പുറം കോടികളുടെ ചിലവ് വരുന്ന വലിയൊരു നിർമ്മാണമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു ദൗത്യമാണ് ഗോകുലം മൂവീസ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുതന്നെയാണ് ഗോകുലം ഗോപാലൻ നമ്മളോട് പറഞ്ഞത്. കാരണം ഈ ബ്രഹ്മാണ്ഡ ചിത്രം പുറത്ത് ഇറങ്ങാത്തൊരു സാഹചര്യം വരരുത്. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു തർക്കം വരുന്നു, ലൈക്കയും ആശീർവാദും തമ്മിൽ. ലൈക്ക പിന്മാറുന്നു. അപ്പോൾ വലിയൊരു സാമ്പത്തിക, നേരത്തെ 50-50 എന്ന് പറഞ്ഞ സാമ്പത്തിക പങ്കാളിത്തത്തിൽ നിന്നും പിന്മാറുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി വരും. അത്തരമൊരു സാഹചര്യത്തിൽ ആശീർവാദിനെ പിന്തുണയ്ക്കാൻ നിർമ്മാണ പങ്കാളിത്തം ഗോകുലം മൂവീസ് ഏറ്റെടുക്കുകയാണ്. ഇനിയിപ്പോൾ ശ്രീഗോകുലം മൂവീസിന്റെയും ആശീർവാദിന്റെയും ബാനറിലായിരിക്കും ഈ ബ്രഹ്മാണ്ഡ ചിത്രം എമ്പുരാൻ പുറത്തിറങ്ങാൻ പോകുന്നത്. നിർമ്മാണ പങ്കാളിയാവുന്നതോടുകൂടി തന്നെ ആ ചിത്രത്തിന്റെ എല്ലാ അവകാശങ്ങളിലും ഗോകുലം മൂവീസ് വരികയാണ്. നിശ്ചയിക്കപ്പെട്ട ദിവസം തന്നെ റിലീസിംഗ് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും ഗോകുലം ഗോപാലൻ ഏറെ സന്തോഷത്തോടെ പങ്കുവയ്ക്കുന്നത് നല്ലൊരു സിനിമ, ആ സിനിമ മുടങ്ങരുത്. അതുകൊണ്ട് തന്നെ ആശീർവാദിന്റെ റിക്വസ്റ്റ്, ലൈക്ക പ്രൊഡക്ഷൻസിന്റെ അഭ്യർത്ഥന ഇത് മാനിച്ചുകൊണ്ട് അതിൽ പങ്കാളിയായി എന്നുള്ളതാണ് ഗോകുലം ഗോപാലൻ നമ്മളോട് പറഞ്ഞത്. ദീപക് ധർമ്മമാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.